അഭിലാഷ, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ല, കേരളത്തിലെ മതേതര കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. എന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇവിടെ ഹൈന്ദവ ഐക്യം വേണമെന്ന് ആർക്കാ നിർബന്ധം? ഇവിടെ സമുദായ സംഘടനകൾ ഐക്യപ്പെടാത്തത് കൊണ്ടാണോ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നത്? സമുദായ സംഘടനകൾ ഐക്യപ്പെടാത്തത് കൊണ്ടാണോ ഇവിടെ തൊഴിലില്ലായ്മയ്ക്കെതിരെ ഒരു പോരാട്ടം നടക്കാത്തത്? സമുദായ സംഘടനകൾ ഐക്യപ്പെടുന്നത് ഏതൊക്കെ വിഷയത്തിന് വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയാണ് ഐക്യപ്പെടുന്നത്? ആർക്കെതിരെയാണ് ഐക്യപ്പെടുന്നത്? എന്താണ് ഈ ഐക്യത്തിന്റെ അജണ്ട എന്നുള്ളതാണ് ഇതിലൊരു രാഷ്ട്രീയ ചോദ്യം. ഇത് അനാവശ്യ ചോദ്യമല്ല. സമുദായ നേതാക്കന്മാർ താങ്കൾ സൂചിപ്പിച്ചതുപോലെ സമുദായ സംഘടനകൾ പല കാലഘട്ടങ്ങളിലും കോൺഗ്രസിനും UDF-നും എതിരായിട്ടും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് പരസ്യവും രഹസ്യമായും ഒക്കെ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അത് അവരുടെ ചോയ്സാണ്, അവർക്ക് അത് എടുക്കാം. ഇവിടെ ആരെങ്കിലും അത് എതിർത്തോ? അല്ല, ഒന്നുമില്ല. സമുദായ സംഘടനയും സ്വന്തം സമുദായത്തിൽ പെടുന്ന സമുദായങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ സമുദായ നേതാക്കന്മാർ സമുദായത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം എന്നുള്ള വ്യാജേന മറ്റ് സമുദായങ്ങളെ ആക്ഷേപിക്കുകയും അപരമത വിദ്വേഷത്തിന് വേണ്ടിയിട്ട് ആ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ അത് വർഗീയതയാണെന്ന് പറയേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അത് കൃത്യമായിട്ട് പ്രതിപക്ഷം കോൺഗ്രസ് പറയുന്നു. അത്രയേ ഉള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഭിലാഷേ, ഇപ്പോ ഈ സമുദായ സംഘടനകൾ ഐക്യപ്പെടുന്നത് അവർ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഐക്യപ്പെടട്ടെ. മനസ്സിലായില്ല. എന്തിനു വേണ്ടിയാണ് ഐക്യപ്പെടുന്നത്? ആർക്കെതിരെയാണ് ഐക്യപ്പെടുന്നത്? എന്താണ് ഈ ഐക്യത്തിന്റെ അജണ്ട എന്നുള്ളതാണ് ഇതിലൊരു രാഷ്ട്രീയ ചോദ്യം. അവർ ഐക്യപ്പെടുന്നത് മുസ്ലിം ലീഗിനും മുസ്ലിമിനും എതിരായിട്ടാണെങ്കിൽ അത് എന്ത് തരം ഐക്യമാണ്? അതൊരു വർഗീയ ധ്രുവീകരണ ലക്ഷ്യമാണ്. സാറിന് സൂപ്പർ സ്റ്റാറുകൾ ഒതുക്കി കളഞ്ഞാണ്. ഇവിടെ മൊത്തം കള്ളന്മാരാ. എനിക്ക് പറ്റിയ സ്ഥലമേ അല്ല. നിലവിൽ കേരളം ഭരിക്കുന്ന സർക്കാരിന് അനുഗുണമായിട്ട് ഭരണവിരുദ്ധ വികാരത്തിൽ നിൽക്കുന്ന മനുഷ്യരെ പല കള്ളികളിലാക്കി ഭിന്നിപ്പിച്ച് സർക്കാരിന് തുടർഭരണം കൊടുക്കാൻ വേണ്ടിയിട്ടും അതേസമയം കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 55% വരുന്ന കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, 18% വരുന്ന ക്രൈസ്തവർ, ഇവരെല്ലാവരും കൂടി ചേർന്ന് നായാടി മുതൽ നസ്രാണി വരെ ഐക്യപ്പെട്ട് ആർക്കെതിരെയാ പോരാടേണ്ടത്? വെള്ളാപ്പള്ളി നടേശൻ പോരാടാൻ പറയുന്നത് മുസ്ലിം ലീഗിനെതിരെ. ഈ മുസ്ലിം ലീഗിന് എന്താ പ്രശ്നം? അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ മുസ്ലിം എന്നുള്ളൊരു പേരുള്ളത് കൊണ്ടാണ് ഈ പോരാട്ടം നടത്തുന്നത്. അപ്പോ 55% വരുന്ന ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളും 10-18% വരുന്ന ക്രൈസ്തവരും ചേർന്ന് 25% വരുന്ന മുസ്ലിംകൾക്കെതിരെ പോരാടിയാൽ കേരളത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമോ? എനിക്കൊരു എത്തും പിടി കിട്ടണില്ല. പിന്നെയാണ് നിങ്ങൾക്ക് പറയാം. ഇവിടെ ജിതിൻ ദേവ് പറഞ്ഞൊരു കാര്യമുണ്ട്, മറ്റേ പത്മവിഭൂഷണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത് രാഷ്ട്രീയം വെച്ചല്ലെന്ന്. ഞാൻ അതിനൊന്നും കണ്ടിക്കുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്, അത് കൊടുത്തോട്ടെ, അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഒരു കാര്യം ചോദിക്കാം, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുഗുണമല്ലാത്ത രീതിയിൽ കുറ്റം ചെയ്തതിന്റെ പേരിൽ 124 തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ, ആത്മഹത്യ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ഒരാൾ, അക്രമ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾ, ക്രിമിനൽ കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാൾക്ക് പത്മവിഭൂഷൺ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശയിൽ പോലും ഇല്ലാത്ത ഒരാൾക്ക് പത്മവിഭൂഷൺ കൊടുക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചില ധ്രുവീകരണ താല്പര്യമാണെന്ന് ആളുകൾ സംശയിക്കും. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ലേ പണ്ടാരെ. അതിന് നിങ്ങൾക്ക് എന്താ മറുപടി? ഇപ്പൊ സുകുമാരൻ നായർ തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പത്മവിഭൂഷൺ കൊടുത്തത് അത് ചില കെണിയാണെന്ന്. BJP ആ സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടോ? സുകുമാരൻ നായർ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? BJPയുടെ ഒഫീഷ്യൽ അഭിപ്രായം എന്താണ്? സ്വർണ്ണക്കൊള്ള നടന്നല്ലോ. ശബരിമല ശാസ്താവിന്റെ സ്വർണം കൊള്ളയടിച്ച കേസിൽ സഖാക്കന്മാരടക്കമുള്ള ആളുകൾ ജയിലിൽ കിടപ്പുണ്ട്. അതിന്റെ കാരണക്കാർ കേരളത്തിലെ മുസ്ലിങ്ങളോ മുസ്ലിം ലീഗോ അല്ലല്ലോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ സമരം ചെയ്ത് പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്കാ. എന്നിട്ട് പോലും ഈ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന പിണറായി വിജയന്റെ ഓഫീസിലേക്ക് ഒരു സമരം നടത്താൻ പറ്റാത്ത നിങ്ങൾ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ ധ്രുവീകരണത്തിന്റെ മറ പറ്റിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വ്യാമോഹമാണ്. നിനക്കും അസുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഇനി KM ഷാജിയുടെ വർത്തമാനത്തെ കുറിച്ച് താങ്കൾ പറഞ്ഞു. KM ഷാജി അദ്ദേഹത്തിന്റെ സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാൾ, അയാളുടെ സ്വത്വബോധത്തിൽ നിന്നാണ് ആ വാക്കുകൾ വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പോലും അയാൾ മറ്റേതെങ്കിലും ഒരു സമുദായത്തെ ദ്വേഷിക്കുകയോ വിദ്വേഷം പറയുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ല. ബ്രില്യന്റ്, നൈസായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട്.
ഇനി അടുത്തത് ലീഗ് മതേതര പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ലീഗ് മതേതര പാർട്ടിയാണെന്ന്. കാരണം ബാബറി മസ്ജിദിന്റെ മിനാരങ്ങൾ നിങ്ങൾ അടിച്ചു തകർത്തപ്പോ കേരളത്തിന്റെ കേരളത്തിന്റെ മിനാരങ്ങൾ തകരാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന പ്രസ്ഥാനത്തിന്റെ പേരാ മുസ്ലിം ലീഗ്. ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയ. ജിൻഡോ ജോൺ പറഞ്ഞ എന്താണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മതേതര പാർട്ടി, KM ഷാജി മതമാണ് പ്രശ്നം. 10 വർഷം നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ പിടിച്ചെടുത്ത് സമുദായത്തിന് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അധികാരം പിടിച്ചെടുക്കേണ്ടത് എന്ന് പറഞ്ഞ KM ഷാജിയെ ഒരു വാക്ക് കൊണ്ട് പോലും നിങ്ങൾ നോവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അത് പിന്നെ എന്ത് വിഷമമുണ്ടല്ലേ? നിങ്ങൾക്ക് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ക്രിമിനൽ കേസിൽ പ്രതി, വെള്ളാപ്പള്ളി നടേശൻ തട്ടിപ്പുകാരൻ, എന്തേ ഈ തരത്തിൽ പ്രസംഗിച്ച ഒരാളെ തള്ളിപ്പറയാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? ഇതിനകത്തെ ഒരു ത്രില്ലില്ല. അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. നിങ്ങളുടെ കൂട്ടുകാരൊക്കെയാണ്? ജമാഅത്ത് ഇസ്ലാമി അല്ലേ? PFI അല്ലേ? SDP അല്ലേ? ഈ നാട്ടിലെ മുസ്ലിം സമൂഹത്തെ മുഴുവൻ ഈ പറഞ്ഞ വർഗീയ സംഘടനകൾക്ക് അട്ടിപ്പേർ കൊടുത്തേക്കുവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമിയുടെ തൊഴുത്തിലൊന്നും കേരളത്തിലെ മതേതര മുസ്ലിം സമൂഹത്തിലെ ദേശീയ മുസ്ലിങ്ങളെ കൊണ്ടുകെട്ടാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. ആ വഴി നിങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും അവർ ചെയ്യാൻ പോകുന്നില്ല. നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പിയൊന്നുമല്ല ഞാൻ. നിങ്ങൾ ഈ നാടിൽ വിതച്ചുകൊണ്ടിരിക്കുന്ന വർഗീയത, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷലിപ്തമായ വാക്കുകൾ, നിങ്ങളുടെ നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളെല്ലാം കാണുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്തൊരു മതേതര പാർട്ടിയാ? അധികാരം കിട്ടിയ സമയത്ത് പച്ചബോർഡ് വെക്കാൻ ശ്രമിച്ചവരല്ലേ? അത് പറഞ്ഞപ്പോ നീ എന്തിനാ ഞെട്ടിയത്? അധികാരം കിട്ടിയ സമയത്ത് അവരുടെ രാഷ്ട്രീയ ചിഹ്നം ചോദ്യപേപ്പറിൽ അടിക്കാൻ ശ്രമിച്ചവരല്ലേ? വിളക്ക് കത്തിക്കുന്നതിൽ നിന്ന് പുറകോട്ട് പോയി നിന്നവരല്ലേ? ഇവർക്കാണോ മതേതര നിലപാടുള്ളത്? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയേണ്ടത്. നിങ്ങൾ രണ്ടാളുടെയും കൂട്ടും കൂടിയാട്ടം ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. RSS ഒരു അജണ്ടയുമില്ല. RSSഉം NSSഉം അങ്ങേറ്റം ഐക്യത്തോടെ പോകുന്ന സംഘടനയാണ്. ഞങ്ങളെ ഒരു വാക്ക് കൊണ്ട് പോലും RSS എന്ന് പറയുന്ന സംഘടനയെ വിമർശിക്കാൻ ശ്രീ സുകുമാരൻ നായർ സാർ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റിൽ പത്രസമ്മേളനത്തിൽ തയ്യാറായിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? NSSന്റെ പ്രഖ്യാപിത നിലപാട് സമദൂരം എന്ന നിലപാടാണ്. ആ സമദൂരം എന്ന നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് അതിനകത്തൊരു രാഷ്ട്രീയ ചിന്താഗതി ഉണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഈ ഐക്യത്തിൽ നിന്ന് പിന്മാറുന്നു. സഹകരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളെല്ലാം ഞങ്ങൾ പരസ്പരം സഹകരിക്കും. ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മറുപടി എന്താണ്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? സുകുമാരൻ നായർ എന്ന് പറയുന്ന ആരാധനായിട്ടുള്ള NSSന്റെ ജനറൽ സെക്രട്ടറി വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇത് ഞങ്ങളുടെ അജണ്ടയേ അല്ല. എന്തോരു പറഞ്ഞേ? 360 രൂപ വേണോന്ന് നിങ്ങക്ക് നേരത്തെ പറഞ്ഞോടായിരുന്നോ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? NSSഉം SNDPയും അല്ലെങ്കിൽ ഈ നാട്ടിലുള്ള മുഴുവൻ ഹൈന്ദവ സമൂഹം തമ്മിൽ ഒന്നിക്കേണ്ടതും ഐക്യപ്പെടേണ്ടതും കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് തോന്നിയത് ആ സമുദായങ്ങൾക്കാണ്. SNDPയെയും NSSനെയും കീഴ്പ്പെടുത്തി അധികാരത്തിൽ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനൊന്നും RSS ശ്രമിക്കുന്നില്ല. 100 വർഷമായിട്ട് ഈ രാജ്യത്ത് പ്രവർത്തിച്ച സംഘടനയ്ക്ക് ഈ രാജ്യത്ത് മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്. അത് ദേശീയതയിലൂന്നിയ ലക്ഷ്യമാണ്. ഈ രാജ്യത്തിന്റെ പരവൈഭവമാണ്. അതിനാണ് RSS പ്രവർത്തിക്കുന്നത്. അല്ലാതെ സമുദായ സംഘടനയെ പിടിച്ചെടുക്കുന്നത് RSSന്റെ RSSന് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് RSSന്റെ BJP. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ എവിടുന്ന് പൊക്കിയിട ഇതിനെ?